വെൽക്കം ബാക്ക് ടു റസ്ഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ അറേബ്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ലുഖൈമത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ ഈസിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫ്ലോപ്പായി പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്താണ് ഞാൻ ആയിഷാസ് കിച്ചൺ യൂട്യൂബ് ചാനലിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക, എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പത്തൊക്കെ ഫ്ലോപ്പായി പോയതും ഇത് നല്ല കറക്റ്റായിട്ട് വന്നതും. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഒരു 1/4 കപ്പോളം പഞ്ചസാര കേട്ടോ, പൊടിക്കാത്ത നോർമൽ ആയിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ഒരു 1/2 കപ്പോളം അധികം പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പം അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. പുളി കൂടി പോയാൽ പിന്നെ ഈ ലുക്കൈമത്തിൻ്റെ ടേസ്റ്റിലും തന്നെ കുറച്ച് പുളിയൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കാൻ പറയുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ആട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ നോക്കിയിട്ട് എടുക്കുക, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പോളം പാലാട്ടോ. അപ്പോൾ പാലെടുക്കുമ്പോൾ നേരെ ചൂടുള്ള പാല് നോക്കിയിട്ട് എടുക്കുക. വല്ലാണ്ടങ്ങ് ചൂടാവാനും പാടില്ല, എന്നാൽ നേരെ ചൂട് വേണേനും അങ്ങനെയുള്ള പാല് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പഞ്ചസാരൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് അലിഞ്ഞു വന്നോട്ടെ. അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിലുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2.5 കപ്പോളം മൈദയാണ്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് എമൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചധികം ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പകുതി ആക്കി എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് കൂടുതൽ എമൗണ്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 2.5 കപ്പാണ് മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു കപ്പിന് തന്നെ 1/2 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വിസ്ക് ഒഴിവാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഒട്ടിക്കെടുക്കുന്നതൊക്കെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്നങ്ങ് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സ്പാച്ചിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റും കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ്. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം ഫസ്റ്റിൽ. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതാ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഡംപ്ലിങ്സ് ഇട്ടുന്ന ടൈമിൽ ഒട്ടും ചൂട് പാടില്ല. അപ്പം കംപ്ലീറ്റ് ആയിട്ട് തണുക്കണം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഒന്നും കൂടെ ഒന്നങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടൊരു കവർ ഇങ്ങനെ മൂലാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കട്ടെ. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാനൊരു ഈസി ആവാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് മാവ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു പാത്രത്തിലും കുറച്ച് സൺഫ്ലവർ ഓയിൽ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലുള്ളൊരു കുഴിയുള്ള സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആ ഓയിൽ എടുത്ത് വെച്ചുകൊണ്ട് എന്തിനാ വെച്ചാൽ നമുക്കിതുപോലെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാനാണ്. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനാണ്. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഓയിൽ എടുക്കുമ്പോൾ കുറച്ച് അധികം ഓയിൽ എടുക്കുക കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ അറ്റഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലാട്ടോ ഞാൻ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. വലിയ വലിപ്പമൊന്നും വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതവിടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആ ഓയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പൂൺ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓയിലിടുമ്പോൾ അത് താഴെ തട്ടിയിട്ട് മുകളിലോട്ട് അങ്ങ് പൊങ്ങി വരണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഓയിൽ എടുക്കാനും കൂടെ പറഞ്ഞത്. എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാൻ മതി. ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഓയിൽ ഡിപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് മാവ് താഴേക്ക് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ആ ഓയിലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ഇതുപോലെ നമുക്ക് ഈ ഒരു പാനിൽ കൊള്ളുന്ന അത്രയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ. പിന്നെ നമ്മൾ ഈ സ്പൂൺ ഉപയോഗിക്കാതെ കൈ വെച്ചിട്ട് ഇടുന്നതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് ഏകദേശം ഒന്നായി വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് ഡാർക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. എന്നാൽ ഉള്ളു വേവും വേണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചുട്ടെടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് 2 തവണ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇതൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഗോൾഡൻ കളറായി വന്നപ്പോൾ ഞാൻ അതെല്ലാം കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് കൈ വെച്ചിട്ട് ഇടുന്നതും കൂടി ഇങ്ങനെ കാണിക്കാം. അപ്പം കൈ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാവ് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പിടിയാക്കി എടുക്കുക കേട്ടോ. കയ്യിൽ പിടിയാക്കി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു തമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ അങ്ങ് പീച്ചി കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്പൂണിൽ ഇട്ടിട്ട് അങ്ങ് ചെയ്യുന്നതാട്ടോ. നമ്മൾ മാവ് ചിലപ്പം പിടിച്ച ഭാഗത്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് പീച്ചി കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ആ ഒരു ഷേപ്പും കാര്യമൊക്കെ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതിൽ ആ ഓയിലിൽ തന്നെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ടൈം നമുക്കൊന്നും കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ 2 പ്രാവശ്യം ചെയ്താലേ നമുക്ക് ആ പുറമുള്ള ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2-3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലാക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുവേ. ഇപ്പോൾ ഇതാ ഞാനൊരു 4 മിനിറ്റോളം നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു തീ. എന്നാലോ ഫുൾ ഫ്ലെയിം എല്ലാണോ, ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കോരി എടുക്കാമെന്ന് ഈ എണ്ണയിൽ നിന്ന്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ടൈമിൽ ആക്കി വെച്ചുകൊണ്ടല്ലേ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കുറേശ്ശെ ആയിട്ട് ഡംപ്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് അടുത്തൊക്കെ ഇത് ഇടാൻ പാടും കേട്ടോ. കൂടുതൽ ടൈം ഇതിലിട്ട് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തണുത്തു ആ ക്രിസ്പിനെസ് ഒക്കെ പോകട്ടോ. കുറച്ച് ടൈം ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ചൊരു ടൈമിൽ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കോരിയെടുക്കാം.
ഇനി ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് അങ്ങ് കോരിയെടുക്കുക. ഒട്ടും ടൈം കൂടുതൽ ഇടരുത്. അങ്ങനെ ആകുമ്പോൾ പുറത്തുള്ള ആ ക്രിസ്പിനെസ് പോവുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മൊത്തം ഫ്ലോപ്പായി പോകും അങ്ങനെ ആകുമ്പോൾ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ആ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലുക്കൈമത്ത് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. പുറത്തൊക്കെ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളതും കൂടെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റിന് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഷുഗർ സിറപ്പ് കേടുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ജ്യൂസി ആയിട്ടും പുറത്ത് ആ ഒരു ക്രഞ്ചിനെസ് നമ്മൾ 2 തവണ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.